പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവു നായകളെ ഷെൽട്ടറുകളിൽ അടയ്ക്കണമെന്ന ഉത്തരവ് കർശനമായി പാലിക്കണമെന്ന് സുപ്രീം കോടതി. അപകടകാരികളായ നായകളെ കൊല്ലാമെന്നും കോടതി ഉത്തരവ്. ഇതിനെതിരെ മൃഗസ്നേഹികൾ നൽകിയ ഹർജി തള്ളി. ഉത്തരവ് പാലിക്കാത്ത സംസ്ഥാനങ്ങൾക്കെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. തെരുവു നായ്ക്കളെ പിടികൂടി കൂട്ടിലടയ്ക്കണമെന്ന കോടതി ഉത്തരവിനെതിരെ മൃഗസ്നേഹികൾ നൽകിയ പുനഃപരിശോധനാ ഹർജികളാണ് കടുത്ത വിമർശനത്തോടെ സുപ്രീം കോടതി തള്ളിയത്. പൊതുസ്ഥലങ്ങളിൽ നിന്നും പിടിക്കുന്ന തെരുവു നായ്ക്കളെ വന്ധ്യംകരണത്തിനു ശേഷം അതേ സ്ഥലത്തേക്ക് വിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനാവില്ലെന്ന് ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത, ജസ്റ്റിസ് NV അഞ്ചരിയ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. കൊച്ചുകുട്ടികളെയും വൃദ്ധരെയും അടക്കം നായ്ക്കൾ ആക്രമിക്കുന്നു. അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ പോലും യാത്രക്കാർ നായയുടെ ആക്രമണത്തിന് ഇരയാകുന്നുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കേണ്ട ബാധ്യത നിർവഹിക്കുന്നതിൽ സംസ്ഥാന സർക്കാരുകൾ പരാജയപ്പെട്ടു. നായയുടെ കടിയേൽക്കുമെന്ന ഭീഷണി ഇല്ലാതെ ജീവിക്കുക എന്നത് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇന്ത്യൻ മൃഗക്ഷേമ ബോർഡിന്റെ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങൾ നടപടി സ്വീകരിക്കണം. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒരു ജില്ലയിൽ കുറഞ്ഞത് ഒരു മൃഗജനന നിയന്ത്രണ കേന്ദ്രമെങ്കിലും സ്ഥാപിക്കണം. ആന്റി റാബിസ് വാക്സിനുകളുടെയും ഇമ്മ്യൂണോ ഗ്ലോബലിനുകളുടെയും മതിയായ ലഭ്യത ഉറപ്പാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും കോടതി പുറപ്പെടുവിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിന് അർഹമായ സംരക്ഷണം നൽകണം. നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് നിരീക്ഷിക്കുന്നതിന് ഹൈക്കോടതികൾ സ്വമേധയാ കേസുകൾ രജിസ്റ്റർ ചെയ്യണമെന്നതടക്കമുള്ള മാർഗനിർദ്ദേശങ്ങളും കോടതി പുറപ്പെടുവിച്ചു. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.